നമസ്കാരം, VCV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ VC മനോജ്. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഓരോ വസ്ത്രങ്ങൾക്കും ഒരു കഥയുണ്ട്. ആഘോഷത്തോളം വളർന്ന സ്വപ്നങ്ങളുടെ കഥ. ബ്യൂട്ടി സിൽക്സ്. വാക്കുകൾ നിശബ്ദമാകുമ്പോൾ വസ്ത്രങ്ങൾ സംസാരിക്കട്ടെ. രാഷ്ട്രീയ കേരളത്തിൽ വൻ വിവാദങ്ങൾ സൃഷ്ടിച്ച വടക്കാഞ്ചേരി ലൈഫ് മിഷൻ അഴിമതി കേസിൽ CBI കോടതിയിൽ ആദ്യഘട്ട കുറ്റപത്രം സമർപ്പിച്ചു. കൊച്ചിയിലെ പ്രത്യേക CBI കോടതിയിലാണ് 6 പ്രതികൾക്കെതിരെയുള്ള കുറ്റപത്രം നൽകിയത്. പ്രളയബാധിതരുടെ പുനരധിവാസത്തിനായി വിദേശ ഏജൻസി നൽകിയ തുകയിൽ നിന്ന് 11 കോടിയോളം രൂപ പ്രതികൾ തിരിമറി നടത്തിയും കമ്മീഷനായും തട്ടിയെടുത്തെന്നാണ് CBI കണ്ടെത്തൽ. പരവൂരിൽ സ്കൂളിൽ ക്ലാസ് മുറിയിൽ താഴെ വീണ പേനയുടെ ക്യാപ്പ് എടുക്കുന്നതിനെ ചൊല്ലി വിദ്യാർത്ഥിക്ക് അധ്യാപകന്റെ ക്രൂരമർദ്ദനം. ദൃശ്യങ്ങളും പുറത്ത്. പരവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിക്കാണ് അധ്യാപകന്റെ ക്രൂരമർദ്ദനം നേരിടേണ്ടി വന്നത്. മുള്ളൂർക്കര കാഞ്ഞിരശ്ശേരി സ്വദേശി മണികണ്ഠൻ എന്ന അധ്യാപകൻ വിദ്യാർത്ഥികളെ ക്രൂരമായി അടിക്കുന്നത് തുടർക്കഥയായതോടെ വിദ്യാർത്ഥികൾ തന്നെയാണ് ദൃശ്യങ്ങൾ പകർത്തിയത് എന്നാണ് വിവരങ്ങൾ. ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ ഇടപെട്ട് വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി ബിന്ദു കൃഷ്ണ. അന്വേഷിച്ച് അടിയന്തര റിപ്പോർട്ട് സമർപ്പിക്കാൻ വകുപ്പ് സെക്രട്ടറിക്ക് മന്ത്രി നിർദ്ദേശം നൽകി. അവണൂർ പഞ്ചായത്തിലെ വിവിധയിടങ്ങളിൽ പുലിയോട് സാദൃശ്യമുള്ള ജീവിയെ കണ്ടെത്തിയ സംഭവത്തിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ സംഭവ സ്ഥലത്തെത്തി പരിശോധന നടത്തി. പുലിയുടേതെന്ന് സംശയിക്കുന്ന കാൽപ്പാടുകൾ കണ്ടെത്തിയ ഭാഗങ്ങളും ഉദ്യോഗസ്ഥർ പരിശോധിച്ചു. പുലിയുടേതെന്ന് സംശയിക്കുന്ന യാതൊരു തെളിവും മേഖലയിൽ നിന്ന് ലഭിച്ചിട്ടില്ലെന്നും ജനങ്ങൾ പരിഭ്രാന്തരാകേണ്ട സാഹചര്യമില്ലെന്നും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. വടക്കാഞ്ചേരിയുടെ സ്വകാര്യ പ്രതിഭാസമ്പത്തായ ഭരതന്റെ ഓർമ്മദിനത്തിൽ വടക്കാഞ്ചേരി ശ്രീ കേരളവർമ്മ പബ്ലിക് ലൈബ്രറിയിൽ ഭരതം ലളിതം സ്മൃതി നടന്നു. പ്രശസ്ത ഗാനരചയിതാവും കഥാകൃത്തുമായ ഷിബു ചക്രവർത്തി സ്മൃതി പരിപാടി ഉദ്ഘാടനം ചെയ്തു. വടക്കാഞ്ചേരി MLA സേവ്യർ ചിറ്റലപ്പള്ളി ചടങ്ങിൽ മുഖ്യാതിഥിയായി.